بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ സൂറത്തു അൽ മഊനിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ മഊൻ മക്കിയത്തായ സൂറത്തുകളിൽ ഒന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നു, അറഅയ്ത. അറഅയ്ത എന്ന പദത്തിൻ്റെ നേർക്കുനേരെയുള്ള ഭാഷയിൽ അതിൻ്റെ അർത്ഥം നീ കണ്ടില്ലേ എന്നാണ്. എന്നാൽ അറബികൾ ഇത് അഖ്ബിർനി, നീ പറയൂ എന്നോട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ള പദങ്ങളിലൊന്നാണ് അറഅയ്ത അഥവാ അഖ്ബിർനി, പറയൂ നീ. അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ നിഷേധിച്ചവനെക്കുറിച്ച്, അവനെ നീ കണ്ടില്ലേ, അവനെക്കുറിച്ച് പറയൂ നീ. അറബി ഭാഷയിലെ ശൈലികളിലൊന്നാണ് അറഅയ്ത എന്നത്. ദീനിനെ നിഷേധിക്കുന്നവൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പ്രതിഫല നാളിനെ നിഷേധിക്കുന്നവൻ എന്നാണ്. മാലിക് യൗമിദ്ദീൻ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രതിഫലം നൽകപ്പെടുന്ന നാളിൻ്റെ ഉടമസ്ഥൻ അഥവാ പ്രതിഫലം നൽകപ്പെടുക, അള്ളാഹു വിചാരണ നടത്തുക, എന്നിട്ട് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക. ആ കാര്യത്തിനും എന്തു പറയും? ദീൻ എന്ന് പറയും. നമ്മുടെ മതം എന്ന അർത്ഥത്തിൽ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന അർത്ഥത്തിൽ ദീൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പ്രതിഫലം നൽകപ്പെടുക, വിചാരണ നടത്തപ്പെടുക, കർമ്മങ്ങൾക്ക് ഓരോന്നിനും അതിന് യോജിച്ച കൂലി നൽകുക, ഈ അർത്ഥത്തിലും ദീൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അറബിയിൽ പൊതുവെ പറയാറുള്ള ഒരു വാക്കാണ് കമാ തദീനു തുദാൻ. കമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് തുദാൻ, അതുപോലെയാണ് നിനക്ക് പ്രതിഫലം നൽകപ്പെടുക. അതെന്നോട് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ദീൻ എന്നാൽ ഉദ്ദേശം പ്രതിഫലം ആണ്, അള്ളാഹു നൽകുന്ന പ്രതിഫലം, വിചാരണയും അവൻ അന്ത്യനാളിൽ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലവും. അതിനെ നിഷേധിച്ചവനെ നീ കണ്ടില്ലേ. നോക്കൂ, അതുകൊണ്ട് ഈ ആയത്തിന് ശേഷമുള്ള ആയത്തുകൾ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ വിശ്വസിക്കുന്നവരുടെ സ്വഭാവമല്ല, മറിച്ച് അതിൽ വിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ ഒരു മുസ്ലിമിൽ അതിൻ്റെ ചില അംശങ്ങൾ ഉണ്ടായിത്തീരാം. അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെന്നില്ല. ഇപ്പോൾ കുഫാറുകളുടെ ചില സ്വഭാവങ്ങൾ, മുനാഫിക്കുകളുടെ ചില സ്വഭാവങ്ങൾ, ഇതൊരു മുസ്ലിമിൽ ഉണ്ടാകാം. പക്ഷേ അതോടവൻ അതിൽ ഏതുണ്ടായാലോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെന്നില്ല. എന്നാൽ ചിലതുണ്ടായാലോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന് അള്ളാഹുൽ പങ്കു ചേർക്കുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇത് മുസ്ലിമീങ്ങളുടെ നടപടിയല്ല, കുഫാറുകളുടെ നടപടിയാണ്. അത് മുസ്ലിമിനുണ്ടായാലോ ഇത് ഇസ്ലാമിൽ പുറത്തു പോകും, അത് മുസ്ലിമല്ല. അതേസമയം നോക്കൂ, ദുനിയാവിനോട് ഉള്ള ആഗ്രഹം, അതുപോലെ കളവ് പറയുക, വാഗ്ദാനം ലംഘിക്കുക, മുനാഫിക്കുകളുടെ അടയാളമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം സംഭവിച്ചാൽ ഉടനെ ഒരു മുസ്ലിം കാഫിറായി എന്നതിനർത്ഥമില്ല. എന്നാൽ മുനാഫിക്കുകൾക്ക് പറയപ്പെട്ട സ്വഭാവങ്ങളെല്ലാം, കുഫാറുകൾക്ക് പറയപ്പെട്ട സ്വഭാവങ്ങളെല്ലാം അതൊരു മുസ്ലിമിൽ സമ്മേളിക്കുക എന്നതൊരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ അവനിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചില തിന്മകൾ അതിൻ്റെ കുറഞ്ഞ തോതിൽ ഒരു മുസ്ലിമിൽ ഉണ്ടാകാം. അതിനനുസരിച്ച് അവൻ്റെ പദവിയിൽ ഇടിവ് സംഭവിക്കും. ഏതുപോലെ നന്മകൾ, മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട നന്മകൾ എല്ലാ മുസ്ലിമീങ്ങളിലും ഒരുപോലെ ഉണ്ടോ? ഇല്ല. എന്നാൽ ചില നന്മകൾ അവൻ ഉണ്ടെങ്കിലേ അവൻ മുസ്ലിം ആവുകയുള്ളൂ. തൗഹീദ്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, 5 നേരം നിസ്കരിക്കുക, അതില്ലെങ്കിൽ ഒരു മുസ്ലിമല്ല, അവൻ മുസ്ലിമല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതേസമയം നോക്കൂ, ചില നന്മകൾ എല്ലാം ഇസ്ലാമിനുണ്ടെന്ന് പറഞ്ഞ നന്മകളെല്ലാം ഈമാനിൻ്റെ എല്ലാ ശാഖകളും ഒരാളിൽ ഉണ്ടാകണമെന്നില്ല. ഉള്ള ആളുകളിൽ തന്നെ എല്ലാവരിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അതിനനുസരിച്ച് അവൻ്റെ ദറജയിൽ, അള്ളാഹുവിങ്കലുള്ളവൻ്റെ പദവിയിൽ വ്യത്യാസം വരും.
ഈ അടിസ്ഥാന പാഠം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നോക്കൂ, പരലോകത്തെ നിഷേധിച്ചവരുടെ സ്വഭാവമായി പറയുകയാണ്. അഥവാ ഈ സ്വഭാവങ്ങൾ ഒരു മുസ്ലിം സൂക്ഷിക്കണം. ഒരു മുസ്ലിമിൽ ഈ സ്വഭാവം ഇല്ലാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കണം. അള്ളാഹു പറയുന്നു, ഫദാലിക അല്ലദീ യദ്ഉൽ യതീം. ഫദാലിക അവൻ, അല്ലദീ ഏതൊരുവനാണോ, യദ്ഉ തള്ളിക്കളയുന്നത്, ശക്തമായി പിടിച്ച് തള്ളുന്നതിന് ദഅ എന്ന് പറയും. ഖുർആനിൽ തന്നെ കാണാം, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. അവർ നരകത്തിലേക്ക് ശക്തമായി പിടിച്ചു തള്ളപ്പെടുന്ന നാൾ. ശക്തമായി പിടിച്ചു തള്ളുക എന്നതാണ് ദഅ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫദാലിക അല്ലദീ യദ്ഉ, അവൻ നിഷ്കരുണം തള്ളിക്കളയുന്നു, അൽ യതീമ, യതീമിനെ അവൻ നിഷ്കരണം പിടിച്ചു തള്ളുന്നു. ഒരു കരുണ യതീമിനോട് കാണിക്കുന്നില്ല. ഇതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമാകാൻ പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്തായിരിക്കണം? യതീമിനെ സംരക്ഷിക്കുകയും അവനോട് അനുകമ്പയോടെ പെരുമാറുകയും ഒക്കെ ചെയ്യുക എന്നതാണ്. ആരാണ് യതീം? യതീം എന്നാൽ പിതാവ് പ്രായപൂർത്തിയെത്തും മുൻപേ മരണപ്പെട്ട കുട്ടിക്കാണ് എന്തു പറയുക? യതീമെന്ന് പറയുക. ഉപ്പ മരണപ്പെട്ടു പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ്, അങ്ങനെയുള്ള കുട്ടിക്ക് യതീം എന്ന് പറയും. ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ യതീമല്ല, യതീമെന്ന് പറയുകയില്ല. മറിച്ച് പ്രായപൂർത്തി എത്തുന്നതിനും ഉപ്പ മരണപ്പെടുക, അതാണ് യതീം. യതീം സംരക്ഷിക്കപ്പെടേണ്ടവനും കരുണയോടെ പെരുമാറേണ്ട കുട്ടിയുമാണ്. കാരണം മറ്റുള്ള കുട്ടികൾക്കുള്ളതുപോലെ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ, അവൻ്റെ കൈപിടിച്ച് നടക്കാൻ, അവന് പരാതി പറയാൻ, അവനെ സ്നേഹത്തോടെ മോനെ എന്ന് വിളിക്കാൻ ഉപ്പയില്ല. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, കുൻ ലിൽ യതീമി കൽ അബിർ റഹീം. കുൻ ലിൽ യതീമി കൽ അബിർ റഹീം. നീ യതീമിന് കരുണയുള്ള ഒരു ഉപ്പയെപ്പോലെ ആവുക. ശ്രേഷ്ഠമായ കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമുൽ അബവൈനി ആയിട്ടാണ് ജീവിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ, ഗർഭസ്ഥ ശിശുവായിരിക്കെ നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ് മരണപ്പെട്ടു. 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും മരണപ്പെട്ടു. നോക്കൂ നിങ്ങൾ, യൂത്തുമിൻ്റെ അനാഥത്വത്തിൻ്റെ കടുപ്പം പേറിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. കടുത്ത യുദ്ധം. എന്താണ് അത്? ഉപ്പയും മരണപ്പെടുക. 6 വയസ്സുള്ള കുട്ടിയെന്ന് പറഞ്ഞാൽ ചിന്തിച്ചോ, എത്ര ചെറിയ കുട്ടിയായിരിക്കും 6 വയസ്സുള്ള കുഞ്ഞെന്ന് പറഞ്ഞാൽ? എത്ര ചെറിയ കുട്ടിയാണ്. ആ പ്രായത്തിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഉപ്പയുമില്ല ഉമ്മയുമില്ല. കടുത്ത യുദ്ധം, അനാഥത്വം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ അനാഥത്വത്തിൽ, ആ ദാരിദ്ര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണമേകി. നബിയെ പിന്നീട് നബിയുടെ പിതൃവിൻ അബ്ദുൽ മുത്തലിബ് വളരെ സ്നേഹത്തോടെ സംരക്ഷിച്ച് വളർത്തുകയുണ്ടായി. അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബിയുടെ ഉപ്പ അബ്ദുള്ളയുടെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനായിരുന്നു അബൂ താലിബ് എന്നാണ്. അബ്ദുൽ മുത്തലിബിന് വേറെയും ഭാര്യമാരുണ്ട്. പക്ഷെ ഒരേ ഭാര്യയിലെ മക്കളായിരുന്നു ആര്? നബിയുടെ ഉപ്പ അബ്ദുള്ളയും അതുപോലെ അബൂ താലിബും. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ഏൽപ്പിച്ചു എന്നാണ്. അബ്ദുൽ മുത്തലിബ് വളരെ ഓമനിച്ചിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ബാക്കിയുള്ള പേരമക്കളെ പോലെ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ അബ്ദുൽ മുത്തലിബ് ഇരുത്തിയിരുന്നു. ഖുറൈശികളുടെ നേതാവ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ കരുണയോടെയാണ് അബ്ദുൽ മുത്തലിബ് പെരുമാറിയിരുന്നത് എന്നാണ്. ശേഷം അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. നമ്മുടെ ഈ ദീൻ യതീമുകളെ സംരക്ഷിക്കുന്നതിൽ ഏറെ പ്രാധാന്യം നൽകിയ ദീനാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകളിലെ അടുത്തടുത്ത വിരലുകൾ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എന്നാണ്. എന്ത്? അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. അടുത്തടുത്ത 2 വിരലുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞത്. യതീമിനെ സംരക്ഷിക്കുക ശ്രേഷ്ഠമായ കാര്യമാണ്. യതീമുകൾക്ക്, മിസ്കീനുകൾക്ക്, അത് പ്രയാസപ്പെടുന്നവർക്ക് ഒക്കെ വേണ്ടി ഒരാൾ നടക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഈ പാരമ്പര്യം പൊതുവെ പാലിച്ചവരാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം പൊതുവെ യതീമുകളെ സംരക്ഷിക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ പോലും നോക്കൂ,
യതീം മക്കളെ സംരക്ഷിക്കാൻ എത്ര സംവിധാനങ്ങളാണ് മുസ്ലിമീങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ അതിനുവേണ്ടിയുള്ള ഒരു വ്യവസ്ഥാപിതമായ സ്ഥാപനം നടപ്പിലാക്കിയ ആളായിരുന്നു MK ഹാജി റഹിമഹുല്ലാ. അദ്ദേഹം അതിനുവേണ്ടി മലബാറിൽ ഒരു കോളറ ബാധിക്കുകയും ഒരുപാട് കുട്ടികൾ അനാഥകളാവുകയും ചെയ്തപ്പോൾ തിരുരങ്ങാടിയിൽ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ യതീംഖാന സ്ഥാപിച്ചു എന്നാണ്. ഒരുപാട് ഖൈറിൽ അറിയപ്പെട്ടൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. തൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം വിൽക്കുകയും അതുപോലെ യതീമക്കളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. റഹിമഹുല്ലാ വജസാഹുല്ലാഹു ഖൈറൻ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ യതീമുകളെ സംരക്ഷിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ സ്വഭാവവും പാരമ്പര്യവുമാണ്. അവരോട് നല്ല നിലക്ക് സംസാരിക്കുക, ഒരു നല്ല വാക്ക് നീ അവരോട് പറയുക എന്നതുപോലും ശ്രേഷ്ഠമാണ്. ആ കുട്ടിയെ അതിൻ്റെ ഉപ്പ വിളിക്കുന്നത് പോലെ മോനെ എന്ന് വിളിക്കുക. യാ വലദി എന്ന അറബിയിൽ പറയും. മദീനയിലെ മസ്ജിദ് നബിയിലെ മുദർരിസായ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഒരാൾ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാഹ്, അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ജാമിഅ അൽ ഇസ്ലാമിയയിൽ പഠിപ്പിക്കുന്ന കാലത്ത് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമല്ലല്ലോ. പഠിക്കുന്ന ഒരു കുട്ടിയെ അദ്ദേഹം പറയുകയാണ്, ഞാനൊരിക്കൽ ഒരു കുട്ടിയെ യാ വലദി എന്ന് വിളിച്ചു. യാ വലദി എന്ന് എൻ്റെ മോനെ എന്നാണ് എൻ്റെ അർത്ഥം. അദ്ദേഹം പറയുകയാണ്, ഞാനത് വിളിച്ചപ്പോൾ ആ കുട്ടി കരഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, എന്നെ ജീവിതത്തിൽ ഇതുവരെ ഒരാളിങ്ങനെ വിളിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരാളും എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അനാഥത്വം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരോട് നല്ല നിലക്ക് പെരുമാറുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. അവരുടെ ഭക്ഷണം, അതുപോലെ വസ്ത്രം, മറ്റുള്ള കാര്യങ്ങൾ, ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കും. പക്ഷേ അതിലുപരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ദീനിയായ അവരുടെ തർബിയ, ദീനിയായ അവരെ നന്നായി പഠിപ്പിച്ചു കൊണ്ടുവരിക. ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, ദീനിയായി അവരെ പഠിപ്പിക്കുക, തൗഹീദ് പഠിപ്പിക്കുക, സുന്നത്ത് പഠിപ്പിക്കുക എന്നത്. നമ്മുടെ മക്കളെ നമ്മളെങ്ങനെയാണ് സംരക്ഷിക്കുക? നമ്മുടെ മക്കളെ കേവലം തിന്നാനും കുടിക്കാനും ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് നമ്മൾ വളർത്തുക? അല്ലല്ലോ. അവരുടെ ദീനിയായ ശിക്ഷണം, ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിക്കുക, ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കുക, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. തെറ്റ് കണ്ടാൽ തിരുത്തും, ചിലപ്പോൾ ശിക്ഷ നൽകും. എന്തിനു വേണ്ടിയാണ്? നന്നാകാൻ വേണ്ടി. ഇതുപോലെയാണ് യതീം മക്കളെ നോക്കേണ്ടത് എന്നാണ്. അവരുടെ കഫാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതെല്ലാം സുബ്ഹാനല്ലാഹ് ശ്രേഷ്ഠമായ കാര്യമാണ്. കഫാലത്തുൽ യതീം എന്നത്, യതീമിൻ്റെ കഫീലിന് വലിയ പ്രതിഫലമുണ്ട്. നേരെ തിരിച്ച് അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞവരെ ദ്രോഹിക്കുക എന്നത് കൂടുതൽ ഗൗരവമുള്ളതാണ്. റമദാനിൽ ശ്രേഷ്ഠത കൂടുതലാണ്. അതിൻ്റെ ഒരു മറുവശമുണ്ട്. എന്താണത്? റമദാനിൽ തിന്മ പ്രവർത്തിക്കുക എന്നത് കൂടുതൽ ഗൗരവമുള്ളതാണ്. അള്ളാഹു ഫദ്ൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോ സമയത്തോ അള്ളാഹുവിനെ അനുസരിക്കേണ്ടതിന് പകരം തിന്മ പ്രവർത്തിക്കുക കൂടുതൽ ഗൗരവമുള്ളതാണ്. യതീമിനെ സംരക്ഷിക്കാൻ പറഞ്ഞു, അവനെ ഉപദ്രവിക്കലോ വലിയ തെറ്റാണ്. അള്ളാഹു പറഞ്ഞു, യതീമിൻ്റെ ധനം അന്യായമായി തിന്നുക എന്നത് ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. യതീമിൻ്റെ ധനം അന്യായമായി തിന്നുന്നവൻ അവൻ്റെ വയറ്റിൽ നിറയ്ക്കുന്നത് തീയാണ്. അതുപോലെ യതീമിൻ്റെ സ്വത്ത് നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. യതീമിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഉപ്പ മരിച്ചിട്ടുണ്ടാവും, ഉപ്പയുടെ മക്കളിൽ മുതിർന്ന മക്കളുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും. ഈ ചെറിയ മക്കൾ യതീമുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാഠം മനസ്സിലാക്കുക. ഈ ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, ഈ അനുജന്മാർ യതീമുകളാണ്. മൂത്ത ജ്യേഷ്ഠനോ യതീമല്ല, മുതിർന്ന ആളാണ്. പൊതുവെ മൂത്ത ജ്യേഷ്ഠനായിരിക്കും സ്വത്തൊക്കെ കൈകാര്യം ചെയ്യുക. അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യണം. കാരണം സ്വന്തം മുതലല്ല ഇത്. അത് അയാളുടേത് മാത്രമല്ല, അനുജന്മാരുടേത് കൂടിയാണ്, അനുജത്തിമാരുടേത് കൂടിയാണ്. ശ്രദ്ധിക്കുക, അവരുടേത് കൂടിയാണ്. തോന്നിയതുപോലെ എവിടെയെങ്കിലും ചിലവഴിച്ച് നശിപ്പിച്ച് കളയാൻ പാടില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ യതീമിൻ്റെ സ്വത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുക ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് നന്മ ചെയ്യുക. അതേസമയം അവരെ ഉപദ്രവിക്കുക, തള്ളിക്കളയുക എന്നത് വളരെ വലിയ തെറ്റാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ അവരെ ഉപദ്രവിക്കാൻ, അവരുടെ സമ്പത്ത് കവർന്നെടുക്കാനോ ശാരീരികമായി ദ്രോഹിക്കാനും
കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും ഒക്കെ മുതിരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ആലോചിക്കേണ്ട ഒരു കാര്യം, അടുത്ത സെക്കൻഡിൽ അവൻ മരിച്ചാൽ അവൻ്റെ മക്കൾ യതീമുകളാണ്. അവൻ മരിച്ചാൽ അവൻ്റെ മക്കൾ യതീമുകൾ. അള്ളാഹു ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ കാര്യമാണിത്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ദിആഫൻ ഖാഫു അലൈഹിം ഫലിയത്തഖുല്ലാഹ വലിയഖൂലു ഖൗലൻ സദീദ. തൻ്റെ മക്കളെ ആരോരുമില്ലാതെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്ന് ഭയപ്പെടുന്നവർ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, നല്ല വാക്ക് പറയട്ടെ. എന്ന് പറഞ്ഞാൽ നീ മറ്റുള്ളവരുടെ മക്കളെ, യതീമുകളാകട്ടെ അല്ലാത്ത ആളുകളാകട്ടെ, മറ്റുള്ളവരുടെ കുട്ടികളെ ഉപദ്രവിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ, നാളെ നിൻ്റെ മക്കൾക്ക് ഈ ഗതി വരാം. നീ ഇന്ന് മരിച്ചുപോയാൽ നിൻ്റെ കുട്ടികൾ യതീമുകളാണ്. നീ എങ്ങനെ മറ്റുള്ളവരുടെ കുട്ടികളെ നോക്കിക്കാണുന്നോ അതുപോലെ നാട്ടുകാർ നിൻ്റെ മക്കളെ നോക്കിക്കാണും. ആളുകൾ നിൻ്റെ മക്കളെ നോക്കിക്കാണുകയും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും പ്രയത്നത്തിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുക. നീ മുസ്ലിമീങ്ങളുടെ മക്കളെ അവർ നന്നായി കാണാൻ ആഗ്രഹിക്കുക. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടികളാകട്ടെ അവരോട് കരുണ തോന്നുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. കുട്ടികളോട് കാരുണ്യം തോന്നുക, അവർക്ക് ശുദ്ധ പ്രകൃതിയിലാണുള്ളത്. ആരുടെ മക്കളായാലും കുട്ടികൾ ശുദ്ധ പ്രകൃതി ഉള്ളവരാണ്. അതുകൊണ്ട് അവരുടെ കാര്യം ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മക്കൾ അള്ളാഹു സംരക്ഷിക്കാൻ അത് കാരണമാകും. മറ്റുള്ളവരുടെ മക്കളോട് നസീഹത്ത് വെച്ച് പുലർത്തിയാൽ, ഗുണകാംക്ഷ വെച്ച് പുലർത്തിയാൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈർ വരുത്താൻ അത് കാരണമാകും. പിതാക്കളുടെ നന്മകൾ അതിൻ്റെ പ്രതിഫലം മക്കൾക്ക് അള്ളാഹു ദുനിയാവിലെ ഹിഫ്ളായി തന്നെ നൽകുമെന്നാണ്, ദുനിയാവിലെ സംരക്ഷണമായി നൽകും. നോക്കൂ നിങ്ങൾ, അൻസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച മഹാന്മാരായ സഹാബിമാർ, നബി ദുആ ചെയ്യുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അർഹമിൽ അൻസാർ, അല്ലാഹുമ്മഗ്ഫിർ ലിൽ അൻസാർ, അള്ളാഹു അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. വലി അബ്നാഇൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്കും. വലി അബ്നാഇൽ അൻസാർ, അൻസാറുകളുടെ മക്കളുടെ മക്കൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. പണ്ഡിതന്മാർ പലരും പറഞ്ഞു ഇത് അന്ത്യനാൾ വരെയുള്ള അൻസാറുകളായ കുട്ടികൾക്ക്, അവരുടെ പരമ്പരയുള്ള കുട്ടികൾക്ക് ബാധകമാണ് എന്നാണ്. നോക്കൂ, പിതാക്കൾ ചെയ്ത ഖൈർ തലമുറകൾ അവർക്ക് ലഭിക്കുകയാണ്, തലമുറകൾ. ഇതുപോലെ നീ ചെയ്യുന്ന നന്മക്ക് അള്ളാഹു ചിലപ്പോൾ നിൻ്റെ 7 തലമുറയെ നിൻ്റെ നന്മ കൊണ്ട് സംരക്ഷിച്ചേക്കും. അവരെ അള്ളാഹു പട്ടിണിയിലാക്കുകയില്ല, അള്ളാഹു അവരെ പാഴാക്കി കളയുകയില്ല, അള്ളാഹു അവരെ സംരക്ഷിക്കും. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നന്മകൾ അതുപോലെ തിന്മകൾക്ക് ശുഭമുണ്ട്, അതിന് മോശം ഫലമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത മോശം ഫലം അത് ചിലപ്പോൾ മക്കളെ ബാധിക്കും. യാതൊരു സംശയമില്ല. നിങ്ങൾ നോക്കൂ, ഒരു കുറ്റവാളിയായ ഒരാൾ, ഒരു ക്രിമിനൽ, നാട്ടിൽ അറിയപ്പെട്ട ക്രിമിനലായ ഒരാൾ, അയാളുടെ മക്കൾ സമൂഹത്തിൽ ജീവിക്കുന്നത് മാന്യനായ ഒരാളുടെ മക്കൾ ജീവിക്കുന്ന ഒരുപോലെ ആയിരിക്കുമോ? അല്ലല്ലോ. ഇവരൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ പിതാവിൻ്റെ ദുഷ്പേര് ഈ ആളുകൾ പേര് നടക്കേണ്ടി വരും. പല ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരും. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മുടെ മക്കൾ നമുക്ക് പ്രേരകമാകട്ടെ. അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ, തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോൾ മക്കളുടെ മുഖം മനസ്സിൽ വരുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? അള്ളാഹു അവരെ സംരക്ഷിക്കാൻ നമ്മുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് കാരണമാകും. സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? മൂസ അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും ഒരു വിടാറായ ചുമർ നേരെയാക്കി. ഖദർ അത് തൊട്ടപ്പോൾ ആ ചുമരങ്ങ് നേരെയായി എന്നാണ്. എന്തിനായിരുന്നു അത്? അതിനടിയിലൊരു നിധി ഉണ്ടായിരുന്നു. അത് 2 കുട്ടികളുടേതായിരുന്നു, 2 ആളുകളുടേതായിരുന്നു. അള്ളാഹു അവർക്ക് അത് ഭാവിയിൽ നൽകാൻ ഉദ്ദേശിച്ചു. അതുകൊണ്ടാണത് ആ ചുമര് വീഴാതെ സംരക്ഷിക്കാൻ ഖദറിന് അള്ളാഹു വഹി നൽകിയത്. അതിന് കാരണമായി ഖദർ പറയുകയാണ്, വക്കാന അബൂഹുമാ സാലിഹ, ഇവരുടെ 2 പേരുടെയും പിതാവ് സാലിഹായ ആളാണ്. അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അവരുടെ പിതാവ് സാലിഹാണ് എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, തഫ്സീറുകളിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ആ പിതാവ് അവരുടെ നേരെ പിതാവല്ല, തലമുറയിൽ ഒരു പിതാവാണ് ഇത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹു അവരുടെ സലാഹ് കാരണത്താൽ മക്കളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മൾ മനസ്സിലാക്കുക, നന്മകളൊന്നും വെറുതെ ആവുകയില്ല, തിന്മകളും അതെ. ഇതൊന്നും കാറ്റിലലിഞ്ഞ് പോകാൻ പോകുന്നില്ല. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് നമ്മൾ പോകുള്ളൂ. വളരെ ശ്രദ്ധിക്കുക, ഒരു തിന്മയും വെറുതെ ആയി പോവുകയില്ല എന്നാണ്. അതിൻ്റെ ഫലം നമ്മൾ വിചാരിക്കാത്ത ഇടത്ത് വന്ന് തട്ടിയേക്കാം. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ പരലോകത്ത് വിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമായി അള്ളാഹു പറയുന്നു, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ,
മിസ്കീനിൻ്റെ ഭക്ഷണത്തിന് അവർ പ്രോത്സാഹിപ്പിക്കുകയില്ല. പ്രോത്സാഹിപ്പിക്കാത്തവൻ എന്തുകൊണ്ടും അവൻ കൊടുക്കുകയുമില്ല. ഒരു പ്രോത്സാഹനമെങ്കിലും അവൻ നൽകുകയില്ല. മറിച്ച് പലപ്പോഴും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെയും മുനാഫികളുടെയും സ്വഭാവം കൊടുക്കുന്ന കൈ തടയുക എന്നതാണ്. എന്തിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്? അള്ളാഹു ഖുർആനിൽ പറയും വയഖ്ബിദൂന ഐദിയഹും, അവർ കൈക്ക് പിടിക്കുന്നവരാണ്. എന്തിനാണ് കൈക്ക് പിടിക്കുന്നത്? കൊടുക്കുന്നത് വിലക്കുക. കൊടുക്കുന്നത് അത് വളരെ മോശമായ സ്വഭാവമാണ്. മറിച്ച് പരസ്പരം മിസ്കീനുകളെ സഹായിക്കാൻ പ്രേരിപ്പിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ നോക്കി ആയത്ത് അള്ളാഹു ഭക്ഷണത്തിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. ഭക്ഷണത്തിൻ്റെ കാര്യം, കാരണം ഭക്ഷണം കഴിപ്പിക്കുക വലിയ സൽക്കർമ്മമാണ്. പണം കൊടുക്കുന്ന സൽക്കർമ്മമാണ് എന്നതുപോലെ ഭക്ഷണം കൊടുക്കുക എന്നത് സൽക്കർമ്മമാണ്. എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ഭക്ഷണം കൊടുത്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. ചില അവസ്ഥകൾ വന്നേക്കാം, ആളുകളുടെ കീശയിൽ മുഴുവൻ പൈസ ഉണ്ടാവും, പക്ഷേ ഭക്ഷണം കിട്ടാനുണ്ടാവുകയില്ല. അങ്ങനെയുള്ള അവസ്ഥ വന്നേക്കാം. അള്ളാഹു മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറഞ്ഞു വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമ വഅസീറ. അവർ ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ മിസ്കീനിന്, യതീമിന്, അതുപോലെ തടവുകാരന് ഒക്കെ ഭക്ഷണം നൽകും. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങളുടെ തടവുകാർ മുസ്ലിമീങ്ങളായിരുന്നില്ല, കുഫാറുകളായിരുന്നു. മനസ്സിലായില്ലേ? ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങളുടെ കീഴിൽ തടവുകാരായി ഉണ്ടായത് യുദ്ധ തടവുകാരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഭക്ഷണം നൽകുക ശ്രേഷ്ഠമായ കാര്യമാണ്. മിസ്കീൻ എന്നാൽ ആരാണ്? മിസ്കീൻ എന്നാൽ അല്ലദീ അസ്കനഹുൽ ഫഖർ, ദാരിദ്ര്യം അവനെ തളർത്തി കളഞ്ഞിരിക്കുന്നു. മിസ്കീൻ എന്നാൽ അവൻ തളർന്നവനാണ്. ദാരിദ്ര്യം അവനെ തളർത്തിയിരിക്കുന്നു. അവൻ്റെ പക്കൽ അവൻ്റെ ആവശ്യത്തിനുള്ളത് ഇല്ല. മിസ്കീൻ പലപ്പോഴും ആളോട് പറഞ്ഞുകൊള്ളണമെന്നില്ല ഞാൻ മിസ്കീനാണ് എന്ന്, എൻ്റെ കയ്യിലില്ല എന്ന്. എന്നാൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തഅരിഫുഹും ബിസിമാഹും, അവരുടെ അടയാളം കൊണ്ട് നിനക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, ആളുകളോട് അവർ ചോദിച്ച് നടക്കുകയില്ല. പക്ഷേ ബുദ്ധിയുള്ളവന് അവരെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും മിസ്കീനാണ് എന്ന്. അള്ളാഹു അതിന് അടയാളങ്ങൾ വെച്ചിരിക്കും. അതുകൊണ്ട് ചുറ്റുമുള്ളവരുടെ കൂടെയുള്ളവരുടെ കാര്യം അന്വേഷിക്കുക എന്നത് നല്ല സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദിന് മുന്നിൽ വിശന്ന് നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കണ്ടപ്പോൾ മനസ്സിലായി വിശന്നിട്ടാണ് നിൽക്കുന്നത്. അബൂ ഹുറൈറ പറയുകയാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് വന്നപ്പോൾ ഒരു ആയത്തിനെ കുറിച്ച് ചോദിച്ചു, ഖുർആനിലെ ആയത്തിനെ കുറിച്ച്. എനിക്ക് നന്നായി അറിയാം ആയത്തിനെ കുറിച്ച്, പക്ഷെ ചോദിച്ചത് എന്തിനാണ്? എന്നെങ്ങാനും ഈ ചോദിച്ചത് കൊണ്ട് സംസാരിക്കുന്നിടയിൽ വീട്ടിൽ വാ ഭക്ഷണം കഴിക്കാം എന്ന് വിളിച്ചെങ്കിലോ? അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഭക്ഷണത്തിന് വിളിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഉമർ വന്നു, ഇതേപോലെ ഞാൻ ചോദിച്ചു, രണ്ടുപേരും മറുപടി പറഞ്ഞിട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബിക്ക് എന്നെ പോകാൻ കണ്ടപ്പോൾ മനസ്സിലായി പട്ടിണിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു പാത്രത്തിൽ പാല് ലഭിക്കുകയും നബി എല്ലാവരെയും കൂട്ടി വരാൻ പറയുകയും അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് നൽകി, ആ പാലിൽ അല്ലാഹു ബറക്കത്ത് നൽകുകയും ഒക്കെ ചെയ്ത സംഭവം വളരെ പ്രസിദ്ധമാണ് ഹദീസുകളിൽ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു കാര്യം അന്വേഷിക്കുക. എന്താണ്, ഒരാളെ കണ്ടില്ല, അയാൾ എവിടെ പോയി? സാബിത്ത് ബിൻ ഖൈസിനെ കാണാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാണ്, എവിടെ പോയി? ഖുബായിലുള്ള ആളുകൾ അവർ മസ്ജിദ് നബവിയിലല്ല ജുമഅക്ക് പങ്കെടുക്കുക. അതുകൊണ്ട് കുല്ല സബ്തിൻ, എല്ലാ ശനിയാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഷിയൻ ഔ റാകിബൻ, നടന്നുകൊണ്ടോ വാഹനപ്പുറത്തോ ഖുബായിലേക്ക് ചെല്ലുമായിരുന്നു അവരന്വേഷിക്കാൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നത്. അതുകൊണ്ട് ആളുകളുടെ എന്താണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നൊക്കെ അന്വേഷിക്കുക എന്നത് നല്ല കാര്യമാണ്. മാന്യമായ രൂപത്തിൽ, ആളുകളുടെ അഭിമാനത്തിന് കേടുവരാത്ത രൂപത്തിൽ അന്വേഷിക്കുകയും കൊടുക്കുകയും ചെയ്യുക എന്നത് ശ്രേഷ്ഠമായ, അള്ളാഹുവെങ്കിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിഫലം നിനക്ക് നേടിത്തരുന്ന കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാര്യമാണ്. പാവങ്ങളെ നീ സഹായിക്കുക എന്ന്. നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫ്ഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. മുഅ്മിനിൻ്റെ ഈ ലോകത്തൊരു പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ അള്ളാഹു പരലോകത്തെ പ്രയാസം അവന് നീക്കിക്കൊടുക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹ്. ഒരുവൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവൻ്റെ സഹായത്തിനുണ്ടാകും. ഒരാളുടെ ദുനിയാവിലൊരു പ്രയാസം ഒരാൾ ലഘൂകരിച്ചു കൊടുത്താൽ ദുനിയാവിലെയും പരലോകത്തെയും അവൻ്റെ പ്രയാസം അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ ഉന്നതമായ പാഠങ്ങളിൽപ്പെട്ടതാണിതെല്ലാം. ശേഷം അള്ളാഹു പറയുന്നു, ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ഇക്കൂട്ടരുടെ
പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന എന്നാൽ പരലോക വിശ്വാസമില്ലാത്തവർ, അത് ആരാണ് പൊതുവെ ആവുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുനാഫിക്കുകളാണ്. പക്ഷേ ഇതിൻ്റെ അളവിൽ വ്യത്യാസത്തോടെ മുസ്ലിമിൽ ഈ സ്വഭാവം ഉണ്ടാകാം. അതിനനുസരിച്ച് അതിനനുസരിച്ച് അവന് നഷ്ടമുണ്ടാകും. ഫവൈലുൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്കാണ് നാശം. അല്ലദീന ഹും, അവർ അൻ സലാത്തിഹിം, അവരുടെ നിസ്കാരത്തെക്കുറിച്ച് സാഹൂൻ, അശ്രദ്ധനാണ്. നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധനാണ് എന്ന് പറഞ്ഞതിൽ ഒരു സൂചനയുണ്ട്. എന്താണ്? നിസ്കാരം അതിൻ്റെ നേരത്ത് നിർവഹിക്കാത്തവരാണവർ, തോന്നുമ്പോൾ നിർവഹിക്കുന്നവരാണവർ. അല്ലദീനഹും ഫീ സലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കിട്ടുക? നിസ്കാരത്തിൻ്റെ ഉള്ളിൽ അശ്രദ്ധയുള്ളവർ എന്നാകും അർത്ഥം. അങ്ങനെ റബ്ബ് പറഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാ. പക്ഷേ ഖുശൂ ശ്രദ്ധിക്കാതിരിക്കുക എന്നത് അത് വലിയ നഷ്ടം തന്നെയാണ്, അതിൽ തർക്കമില്ല. നിസ്കാരത്തിൽ ഖുശൂ ശ്രദ്ധിക്കാതിരിക്കുക. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, الذين هم عن صلاتهم ساهون എന്ന് പറഞ്ഞാൽ وإما عن وقتها الأول فيؤخرونها إلى آخره دائما أو غالبا. ഒന്നുകിൽ അവർ അതിൻ്റെ ആദ്യത്തെ സമയത്ത് നിസ്കരിക്കാതെ എപ്പോഴും അവസാനത്തിലേക്ക്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സമയങ്ങളിലും അവസാനത്തിലേക്ക് നീക്കി വെക്കുന്നവരായിരിക്കാം. وإما عن أدائها بأركانها وشروطها على الوجه المأمور به. അതുമല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ, നിബന്ധനകൾ, ഇതിലൊക്കെ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം നിർവഹിക്കാതെ വീഴ്ച വരുത്തുന്നവരാകാം. വഇമ്മാ അനിൽ ഖുശൂഇ ഫിഹാ, അതുപോലെ എന്തുമാകാം? ഖുശൂ ശ്രദ്ധിക്കാത്തവരുമാകാം. വത്തദബ്ബുരി ലിമആനിഹാ, നിസ്കാരത്തിൽ ഓതുന്ന ഖിറാഅത്തിൻ്റെ പറയുന്ന വാക്കുകളുടെ മാന, അതിൻ്റെ അർത്ഥം ഉറ്റാലോചിക്കാതിരിക്കുക എന്നതും ഇതിൽ ഉൾപ്പെടാം. ഫല്ലഫ്ളു യശ്മലു ഹാദാ കുല്ലഹ്, അള്ളാഹു പറഞ്ഞ പ്രയോഗം ഇതൊക്കെ ഉൾപ്പെടാൻ പറ്റിയ പ്രയോഗം തന്നെയാണ്. വലാകിൻ, പക്ഷേ മനിത്തസഫ ബിശൈഇൻ മിൻ ദാലിക ഖിസ്തും മിൻ ഹാദിഹിൽ ആയ, ഇതിൽ എത്ര നമുക്ക് ഓരോരുത്തർക്ക് ഓഹരിയുണ്ടോ അത്രത്തോളം ഈ ആയത്തിൽ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഓഹരിയുണ്ട്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം നിസ്കാരത്തിൽ കുറവ് സംഭവിക്കും അത്രത്തോളം ആ പറഞ്ഞ നഷ്ടം നമുക്ക് സംഭവിച്ചേക്കാം, സംഭവിക്കാം. വമനിത്തസഫ ബിജമീഇ ദാലിക്, എന്നാൽ ഈ പറഞ്ഞ സ്വഭാവം മുഴുവനായി ഒരാൾക്കുണ്ടോ? ഒന്നും ഒരാൾക്ക് ശ്രദ്ധയില്ല. നിസ്കാരം അതിൻ്റെ നേരത്തെ നിർവഹിക്കുന്നതിലോ, അതിൻ്റെ റുക്നുകൾ ശ്രദ്ധിക്കുന്നതിലോ, ഷർത്തുകൾ ശ്രദ്ധിക്കുന്നതിലോ ഒന്നിലും അവന് ശ്രദ്ധയില്ല. ഫഖദ് തമ്മ നസീബുഹു മിൻഹാ, അവൻ ഈ പറഞ്ഞ അള്ളാഹു ആയത്തിൽ പറഞ്ഞ വൈൽ, ആ നാശം മുഴുവനായി കിട്ടിയിരിക്കുന്നു. നഊദു ബില്ലാഹ്. വക്കമുല അന്നിഫാഖുൽ അമലി, അവൻ്റെ അമലിലെ നിഫാഖ്, കാപട്യം, അത് പരിപൂർണമായിരിക്കുന്നു. കമാ സബത ഫി സഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിൻ്റെ നിസ്കാരമാണ്. ഏത്? തിൽക സലാത്തുൽ മുനാഫിഖ് യജ്ലിസു യർഖുബു ശംസ്, അസറിൻ്റെ നേരം അത് നിർവഹിക്കാതെ അവനിങ്ങനെ സൂര്യനെ നോക്കി നിൽക്കുകയാണ്. അസർ നിസ്കാരമാകട്ടെ ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരമാണ്. 5 നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ഏതാണ്? അസറാണ്. പിന്നെ ഫജ്ർ, ഏറ്റവും ശ്രേഷ്ഠം ഈ രണ്ടാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അസർ. സലാത്തുൽ വുസ്ത എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ നിസ്കാരമാണ്. ഹാഫിദു അല സലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നിസ്കാരം ശ്രദ്ധയോടെ തെറ്റിക്കാതെ സൂക്ഷിച്ച് മുറുകെ പിടിക്കുക. സലാത്തുൽ വുസ്ത, പ്രത്യേകിച്ച് സലാത്തുൽ വുസ്ത എന്നാൽ മധ്യമ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ട് അസറിനെ സലാത്തുൽ വുസ്ത. എപ്പോൾ? അഹ്സാബ് യുദ്ധത്തിൽ, ഖന്തഖ് യുദ്ധത്തിൽ ശത്രുക്കളെ കൊണ്ട് നബിയുടെ അസർ നേരം അങ്ങ് കഴിഞ്ഞുപോയി, മഗ്രിബായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ ശഗലൂന അനിസ് സലാത്തിൽ വുസ്ത, അള്ളാഹു അവരുടെ വീടുകളും ഖബറുകളും തീ നിറക്കട്ടെ, സലാത്തുൽ വുസ്ത നമുക്ക് നിസ്കരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരാക്കി കളഞ്ഞു, നമ്മളെ ഷുഗലിലാക്കി കളഞ്ഞു. യുദ്ധത്തിന് വന്നിട്ട് സലാത്തുൽ വുസ്ത എന്ന് വിളിച്ചത് ഏതിനെയാണ്? അസറിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഫാതതുഹു സലാത്തുൽ അസ്രി ഫകഅന്നമാ ഊതിറ അഹ്ലുഹു വമാലുഹു, അസർ നിസ്കാരം നഷ്ടപ്പെട്ടവൻ തൻ്റെ കുടുംബവും സമ്പത്തുമെല്ലാം, മക്കളും സമ്പത്തും ഒക്കെ പോയതിനെ പോലെയാണ്. ഒരു ദിവസം മക്കളും സമ്പത്തൊക്കെ പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. അസറിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം, അതിൻ്റെ നേരം കഴിഞ്ഞു പോകാതിരിക്കാൻ. അസർ ബാങ്ക് കൊടുത്താൽ ജമാഅത്തിൽ തന്നെ വന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക.
ഇതിൻ്റെ വക്ത് കടന്നു പോവുക എന്നതാണ് ഈ പറഞ്ഞ അപകടം സംഭവിക്കുക എന്നത്. ജമാഅത്ത് ഒഴിവാക്കുക തെറ്റാണ്, പക്ഷേ ഈ പറഞ്ഞ അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വക്ത് ഉപേക്ഷിച്ച് കളയാം. അസറിൻ്റെ നേരം അത് സൂര്യൻ മഞ്ഞ നിറമാകുന്നതോടെ അവസാനിക്കും. അല്ല എങ്കിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ ഇരട്ടിയോളം വലിപ്പമാകുന്നത് ആയാൽ അവസാനിക്കും അസറിൻ്റെ നേരം. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അസറിന് സമയമുണ്ട്. പക്ഷെ അതാർക്കാണ്? വേറൊരു വഴിയുമില്ലാതെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയ ഒരാൾ. മനസ്സിലായില്ലേ? സാധാരണ നിലക്ക് സൂര്യൻ മഞ്ഞ നിറമായാൽ അസറിൻ്റെ സമയം അവസാനിച്ചു. അതിന് മുമ്പ് നിസ്കരിച്ചിരിക്കണം. അസറിൻ്റെ കാര്യം ഒരിക്കലും അശ്രദ്ധയിലാക്കി കളയരുത്. പല ആളുകൾ മഗ്‌രിബിനോട് ഒട്ടടുപ്പിച്ച് വന്നിട്ട് അസർ നിസ്കരിക്കുന്നത് കാണാം. ഗുരുതരമായ അബദ്ധമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് മുനാഫിഖ് നമസ്കാരം. അവനിങ്ങനെ സൂര്യനെ നോക്കി നിൽക്കും. ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, അങ്ങനെ സൂര്യൻ ഷൈത്താൻ്റെ 2 കൊമ്പുകൾക്കിടയിലായാൽ, അഥവാ അസ്തമിക്കാറായാൽ, സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഷൈത്താൻ അവിടെ ഉണ്ടാവും. കാരണം എന്താണ്? സൂര്യനെ ആരാധിക്കുന്നവർ അവരുടെ സുജൂദ് നിർവഹിക്കുന്ന സമയമാണ് ഉദിക്കുമ്പോൾ അസ്തമിക്കുമ്പോൾ, സൂര്യ നമസ്കാരം നിർവഹിക്കുന്നവർ. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് നിസ്കാരം വിലക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, മുശ്രിക്കുകളോട് അവരുടെ ഇബാദത്തുകളോട് സാദൃശ്യപ്പെടുന്നതിൻ്റെ അപകടം. ഇത് അള്ളാഹ് ചെയ്യുന്ന ഇബാദത്താണ്, പക്ഷെ അതുപോലും ആ സമയത്ത് ചെയ്യാൻ പാടില്ല എന്ന് വന്നാൽ അതല്ലാത്ത ശിർക്കിൻ്റെ ആചാരങ്ങളിലും മറ്റും പങ്കുചേരുന്നതിൻ്റെ സ്ഥിതി എന്തായിരിക്കും? മനസ്സിലായി? ഇത് നിസ്കാരമാണ് ഈ പാടില്ല എന്ന് പറഞ്ഞത്. നിസ്കാരം അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, പക്ഷെ ആ നേരമായതുകൊണ്ട് പാടില്ല. അപ്പം അതിൻ്റെ അപകടം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ശൈത്താൻ്റെ 2 കൊമ്പുകൾക്കിടയിൽ സൂര്യനായാൽ ഖാമ, അവൻ എഴുന്നേറ്റ് നിൽക്കും. ഫനഖറ അർബഅൻ, 4 കൊത്തുകൊത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗം നോക്കൂ, 4 കൊത്തുകൊത്തും. കോഴി കൊത്തുന്ന പോലെ 4 കൊത്തുകൊത്തും. ലാ യദ്കുറുല്ലാഹ ഫീഹ ഇല്ലാ ഖലീല, കുറച്ചല്ലാതെ അവൻ അള്ളാഹുവിനെ ഓർക്കുകയില്ല. അള്ളാഹുവിനെ അവൻ അല്പം മാത്രമേ ഓർക്കുകയുള്ളൂ. ഇത് നോക്കൂ, ഇങ്ങനെയാണോ അള്ളാഹു ഇപ്പറഞ്ഞ ഫവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞ വിശേഷണം അവനിൽ പരിപൂർണമായും വന്നു ചേർന്നിരിക്കുന്നു. നഊദു ബില്ലാഹ്. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. അവരുടെ മറ്റൊരു സ്വഭാവം എന്താണ്? അവർ നിസ്കരിക്കുന്നത് എന്തിനാണ്? ആളുകളെ കാണിക്കാൻ. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊൻ വഇദാ ഖാമു ഇല الصലാത്തി ഖാമു കുസാല യുറാഊന الناس വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിഖുകൾ നിസ്കരിക്കാൻ നിന്നാൽ അവർ ആളുകളെ കാണിക്കാനാണ് നിൽക്കുന്നത്, മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. അള്ളാഹുവിനെ അല്പം മാത്രമേ അവർ ഓർക്കുകയുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലദീന ഹും യുറാഊൻ, ഇതും അവരുടെ സ്വഭാവമാണ്. ശേഷം ഒടുവിൽ അള്ളാഹു പറഞ്ഞു, വയംനഊൻ അൽ മാഊൻ. വയംനഊൻ, അവർ തടയുന്നവരാണ്. അൽ മാഊൻ, മാഊൻ തടയുന്നവരാണ്. മാഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഊൻ എന്നാൽ വളരെ വില കുറഞ്ഞ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ വാങ്ങാറുള്ള വസ്തുക്കൾ. ചെറിയ കയറ് പോലെ, ചെറിയൊരു ബക്കറ്റ് പോലെ, ഒരു മഴു പോലെ, ഇങ്ങനെ അപ്പുറം ഇപ്പുറം ആളുകൾ ഉപകാരത്തിന് കൊടുക്കാറുള്ള വസ്തുക്കളുണ്ടല്ലോ, പരോപകാര വസ്തുക്കൾ, അതിനാണ് മാഊൻ എന്ന് പറയുക. അത് തടയുന്നവരാണവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് തടയുക എന്നത് ഒരുവൻ്റെ മനസ്സിലെ കൊടിയ പിശുക്കിൻ്റെ അടയാളമാണ്. അത് കൊടുക്കാത്തവൻ സക്കാത്ത് പോലെയുള്ള ഇസ്ലാമിലെ നിർബന്ധ ദാനങ്ങൾ എന്തുകൊണ്ടും കൊടുക്കാൻ മടിക്കും. ഇത് കൊടുക്കാത്തവൻ. കാരണം ആ വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒന്ന്, തീരെ വിലയില്ലാത്ത വസ്തുക്കളാണ്. ഒരു കയറിന് എന്ത് വില ഉണ്ടാവും? ഒരു ചെറിയ ബക്കറ്റിന് എന്ത് വില ഉണ്ടാവും? ഒരു ചെറിയ മൺവെട്ടിക്ക് എന്ത് വില ഉണ്ടാവും? ഒന്ന്, തീരെ വില കുറഞ്ഞതാണ്. 2, ആളുകൾ ഇത് വാങ്ങുന്നത് അയാൾക്ക് സ്വന്തമാക്കാനല്ല, തിരിച്ചു തരും. വില കുറവാണ്, അതുപോലെ ഉപയോഗിച്ചിട്ട് തിരിച്ചു തരികയും ചെയ്യും. അതിനോടൊക്കെ ഇതാർക്കും വിട്ടുകൊടുക്കുകയില്ല. തീരെ ഒരു നനവില്ലാത്ത സ്വഭാവം അവർ ഇതുപോലുള്ള നിസാരമായ വസ്തുക്കളിൽ കാണിക്കുക എന്നത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ച സ്വഭാവമല്ല. മറിച്ച് അതിലെല്ലാം ഒരു വിശാലത ഒരു മുഅ്മിൻ കാണിക്കേണ്ടതുണ്ട്. അത് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ മടി കാണിക്കരുത്. അതൊക്കെ പരോപകാര വസ്തുക്കളാണ്. മാഊൻ എന്നത് അത് തടയുക എന്നത് മോശമായ സ്വഭാവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക. ഈ പറയപ്പെട്ട സ്വഭാവങ്ങളൊക്കെ യോജിച്ചു വരിക. യതീമിനെ തള്ളിക്കളയുക, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയില്ല, നിസ്കാരം അങ്ങനെയാണ്, പരോപകാര വസ്തുക്കൾ കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ഒരുവനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. എല്ലാ ഷർറും ഒരുമിച്ച് ചേർന്ന ഒരാൾ, ഒരു മുസ്ലിം അങ്ങനെ ആകാൻ തരമില്ല. അവൻ്റെ മനസ്സിൽ ഈമാൻ ഉണ്ട് എങ്കിൽ അങ്ങനെ ആവാൻ തരമില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അവൻ്റെ ഈമാൻ ഗുരുതരമായ പ്രശ്നത്തിലാണ്. ഒന്നുകിൽ അവൻ തികഞ്ഞ മുനാഫിഖായിരിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈ സ്വഭാവങ്ങളുടെയൊക്കെ ഓഹരി ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാകാം. ഇതിൻ്റെയൊക്കെ അംശങ്ങൾ
എങ്കിൽ അതിനനുസരിച്ച് ദീനിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ, പരലോകത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ അതിൻ്റെ പൂർണ്ണത എത്തിയിട്ടില്ല. ഈമാനിൻ്റെ കുറവാണത് കാണിക്കുന്നത്. മുസ്ലിമാണ്, ശരിയാണ്, കാഫറല്ല, പക്ഷേ ഈമാനിൻ്റെ കുറവാണത് കാണിക്കുന്നത്. അള്ളാഹു ഇതുപോലുള്ള ദുസ്വഭാവങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്. നല്ല സ്വഭാവങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അതിൻ്റെ ആളുകളാകാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സൽസ്വഭാവങ്ങളുള്ള മുനാഫിക്കുകൾക്കും കുഫാറുകൾക്കുമായി അള്ളാഹു പറഞ്ഞ ദുസ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ശരിയായ ഈമാനുള്ള സൗഭാഗ്യവാന്മാരിൽ അവൻ്റെ മഹത്തരമായ ഫضل കൊണ്ട് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.